ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നസ്ലിൻ നായകനായി അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ചിത്രം ആദ്യ ബുധനാഴ്ച കൂടിയ 6-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 52 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് 6,68 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 5 ദിവസത്തെ ഈ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പോസ്റ്റർ പ്രകാരം ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 15 കോടി രൂപയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാക്കേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടും ഒഫീഷ്യൽ പോസ്റ്ററും തമ്മിൽ കാര്യമായ അന്തരമില്ല. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 14,78 ലക്ഷം രൂപയാണ് 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി 6-ാം ദിവസമായിരുന്ന ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ കളക്ഷൻ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് 45 ലക്ഷം റേഞ്ചിലാണ് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 7,10 ലക്ഷം റേഞ്ചിലാണ് സിനിമ 6 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15,50 ലക്ഷം 16 കോടി റേഞ്ചിലാണ്. ദൃശ്യം 3 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 21 ദിവസമാണ് പിന്നിടുന്നത്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 20 ദിവസം കൊണ്ട് കേരളത്തിൽ 87,17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 21-ാം ദിവസമായിരുന്ന ബുധനാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 35 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 21 ദിവസം കൊണ്ട് കേരളത്തിൽ 87,50 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 235 കോടി റേഞ്ചിലുമാണ്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കറുപ്പ്. ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 26 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 165,78 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 26 ദിവസം കൊണ്ട് 24,32 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 37,52, കേരളത്തിൽ 14,38, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,18 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 245,18 ലക്ഷം രൂപയാണ്. വിദേശത്ത് $8.51 മില്യൺ, അതായത് 80,88 ലക്ഷം രൂപയാണ് കറുപ്പ് സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 326,06 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 27-ാം ദിവസമായിരുന്ന ബുധനാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി 27 ദിവസം കൊണ്ട് 326,50 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. മെയ് 28 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന തമിഴ് സിനിമയുടെ ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 13-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 43,50,000 രൂപയാണ്. അങ്ങനെ 13 ദിവസം കൊണ്ട് 12,59 ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയത്. 13 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 23,34 ലക്ഷം രൂപയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 7,29 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 4,15 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20 ലക്ഷം ഉൾപ്പെടെ 47,57 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് $1.36 മില്യൺ, അതായത് 12,96 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെയുള്ള 13 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 60,53 ലക്ഷം രൂപയാണ് ബ്ലാസ്റ്റ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 2 ആഴ്ച പൂർത്തിയാവുന്ന ഇത് ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷത്തിന് മുകളിൽ തന്നെയാണ്. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ 13 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 1 കോടി ഇന്ന് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 2 കോടിക്ക് മുകളിലാണ് ഇന്ന് സാധ്യതയുള്ളത്. 14 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 62,50 ലക്ഷം റേഞ്ചിലാണ് ബ്ലാസ്റ്റ് എത്തിച്ചേർന്നിട്ടുള്ളത്. ധനുഷ് നായകനെ വിഘ്നേഷ് രാജ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 30 തിയേറ്ററിലെത്തി നിലവിൽ പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ തമിഴ് സിനിമയാണ് കര. ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 34,90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് നേടിയെടുത്തത് 4,49 ലക്ഷം രൂപയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 10,28, കേരളത്തിൽ 69 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 31 ലക്ഷം എന്നിങ്ങനെ 50,67 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $1.11 മില്യൺ, അതായത് 10,60 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടുമായി അങ്ങനെ നേടിയെടുത്തത് 61,27 ലക്ഷം രൂപയാണ്. 100 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 50 കോടി രൂപയ്ക്കാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് 100 കോടി രൂപയായിരുന്നു. പ്രവീൺ ടാറ്റെ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തിയ മറാത്തി സിനിമയാണ് ഡ്യൂൽ ബാൻഡ് 2. സ്നേഹൽ തർദെ, മോഹൻ ജോഷി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രത്തിന്റെ 20 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം മഹാരാഷ്ട്രയിൽ 74,40, ഗോവയിൽ 1,06 ലക്ഷം, കർണാടകയിൽ 72 ലക്ഷം, ഗുജറാത്തിൽ 43 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 76,64 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 40 ലക്ഷം ഉൾപ്പെടെ ലോകമെമ്പാടുമായി 77,04 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. കേവലം 10 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.